നീ ഇങ്ങോട്ടൊന്നും വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാൽ മതി, നീ കൂടെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും അവൻ അച്ഛൻ്റെ വാക്കും കേട്ട് പെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോന്നു. ദേവരാജ് 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 നമസ്കാരം. ആ സ്നേഹം തന്നുകൊണ്ടിരിക്കുക. ദേവ നോക്കൂ. ആദ്യം എടുത്ത ഷോട്ട് എൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മണിച്ചേണ്ട പാട്ടും കൂടി പോയിപ്പോ എന്നെ പോലെ തിയേറ്ററിൽ ഫുൾ ഇളകലായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടും തിയേറ്ററിലെ പരിപാടിയൊന്നും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. വാഴ 2 ഇപ്പൊ 200 കോടി ക്ലബ് അടിച്ചു. എന്താണ് ഫീൽ ചെയ്യണത്? ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടാണ് പടം പോകുന്നത്. അതുപോലെ പടം അടിപൊളിയാവട്ടെ, അതിന് നമുക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ. 200 കോടിയൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഹൃദയപൂർവ്വത്തിന്റെ ഫസ്റ്റ് കോൾ വന്നത് എനിക്ക് ആരാ വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. വിളിച്ചു, അപ്പൊ ഇതാണ് പടത്തിന്റെ പേര്, ഹൃദയപൂർവ്വം എന്നാണ്. ബാക്കി ഒന്നും എന്നോട് പറയുന്നില്ല. കട്ട് ചെയ്ത് ഞാൻ അടിച്ചു നോക്കി, ഹൃദയപൂർവ്വം ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്താണ് മോഹൻലാൽ സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു, ഇത് ഹൃദയപൂർവ്വം തന്നെയാണ് ഇത്. ഒന്നും വിചാരിക്കരുത്, എൻ്റെ എക്സൈറ്റ്മെന്റോട് ചോദിക്കുകയാണ് ലാൽ സാറായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? അപ്പോൾ ഉണ്ട്, ഉള്ള സീൻസൊക്കെ ലാൽ സാറിൻ്റെ കൂടെ തന്നെയാണ്. ഓക്കെ ശരി എന്ന് പറയും, കട്ട് ചെയ്ത്. ബേസിലേട്ടൻ ഈ അടുത്ത് മെസ്സേജ് അയച്ച സമയത്ത് ഫീഡ്ബാക്ക് നമുക്ക് തന്നു. അപ്പോൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുന്നില്ല, പഴയ ഷോർട്ട് ഫിലിമൊക്കെ അയച്ചു കൊടുത്തു. നമ്മൾക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന പഴയ ഷോർട്ട് ഫിലിംസ് ഉണ്ട്, അത് മുതലേ ഞാൻ അയച്ചു കൊടുത്തു. 2017 സമയത്തൊക്കെ പലരും കാണാത്ത നന്നായും തോന്നാറുണ്ട്. ദേവ നോക്കൂ. നോക്കട്ടെ. ആദ്യത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് ഗേൾസ് ഫാൻസ് നിനക്ക് കൂടി, എന്താണ് നിന്റെ ഗേൾസ് ആരാധകരെ നീ എങ്ങനെ നോക്കി കാണുന്നു? ആദ്യ ചോദ്യം നല്ല ചോദ്യം അല്ലേ? നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ആദ്യം ചോദിച്ചത് കൊള്ളാം. പറ. ഗേൾസ് ബോയ്സ് എനിക്കറിയില്ല, എത്ര പെർസെന്റേജ് ഒന്നും എനിക്കറിയില്ല. ഓക്കെ, കാണുന്നവർ കുറെ കൂടി. അതെ, ഓൾറെഡി നമ്മൾ യുറേക്ക വഴി കുറെ പേര് കാണുന്നവരുണ്ടായിരുന്നു. വാഴ 2 ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് സ്നേഹം കുറച്ച് കൂടുതൽ തരുന്നുണ്ട്. വാഴ കണ്ട് വീണ്ടും യുറേക്കയിലേക്കൊക്കെ പോയി ആൾക്കാർ കണ്ട് വിളിക്കുന്നു. ഓ ആണല്ലേ. പിന്നെ വാഴ 2 എനിക്ക് തോന്നുന്നു പടത്തിന്റെ മൊത്തം റീച്ച് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടത്തിലൊക്കെ ഇപ്പൊ എത്ര പടത്തിൽ ടെക്നീഷ്യൻസിനെ ആൾക്കാർ അറിയും, ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും റീച്ച് പോയി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ, പടത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഓഫ് കോഴ്സ് നമുക്കും ഭയങ്കര സന്തോഷം. എന്നാലും ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ ഇതുവരെ പറഞ്ഞല്ലോ, ടെക്നീഷ്യൻസിലേക്ക് ഡിപ്ലോമാറ്റിക് ആവാൻ ശ്രമിച്ചതാണ്. എന്തായിരുന്നു, ഞാൻ ഏത് കമന്റ് ബോക്സിൽ നോക്കിയാലുണ്ടല്ലോ ദേവരാജ് 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 യുറേക്ക ദേവരാജ് മൊത്തം അതെല്ലാം ഗേൾസ്. അവർക്ക് ഇപ്പൊ നീ ഒരു റിപ്ലൈ കൊടുക്ക. വണക്കം. സന്തോഷം. ഭയങ്കര അടിപൊളിയല്ലേ അത്? നല്ല ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ സ്നേഹം തന്നുകൊണ്ടിരിക്കുക. നിന്റെ DMസിലേക്ക് ഇതുപോലെ വരലുണ്ടാ? ഓ ഉണ്ട്, ഇഷ്ടം പോലെ. അവർക്ക് റിപ്ലൈ കൊടുക്കോ? എനിക്കൊന്ന് ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ അയക്കുന്ന സമയത്ത് ഇപ്പോഴാണ് ഞാൻ ചില വാഴ 2 ബേസ്ഡ് ആയിരിക്കും മെസ്സേജ്. അപ്പൊ നോക്കിയപ്പോൾ അവർ ചിലപ്പോൾ 1 വർഷം മുന്നേ അയച്ച മെസ്സേജുകൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഒരുപാട് പേര്. ഇപ്പോഴാണ് കുറെ കാണുന്നതും അറിയുന്നതും. അപ്പൊ കണ്ടിന്യൂസ്ലി പെട്ടെന്നൊരു ദിവസം സ്നേഹം തോന്നി അങ്ങനെ പെട്ടെന്ന് അയക്കുന്നതല്ല, എല്ലാവരും ഫുൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും കിട്ടുന്ന നല്ലൊരു പ്രിവിലേജ് ആണത്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ള ആൾക്കാർ സക്സസ് ആയ ഒരു ഫീൽ ആയിരുന്നു. അതെ. ഇപ്പൊ ഇന്ന് വരുന്ന സമയത്തും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സിനെ കുറച്ച് അധികം കിട്ടുമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഗ്രോത്ത് കാണുന്ന സമയത്ത് നമ്മുടെ ഒരു പേഴ്സണൽ വിൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊരാൾ സിനിമയിൽ എത്തിയ പോലെ തോന്നി. കാരണം നമ്മള് റീല് ചെയ്യാൻ തുടങ്ങിയ അതുവരെ ഇങ്ങനെ എല്ലാവരും ട്രാവൽ ചെയ്യുക. പടമൊക്കെ ആവുന്നതും നമ്മുടെ എല്ലാ റീലുകളുടെയും കൂടെ അവരിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്തിന്റെ ഭാഗമാവുന്നു. അത് ഭയങ്കര ഒരു ഫീലാ. സത്യം. എല്ലാവരും ഞങ്ങളുടെ വീട്ടിലൊരാള് സിനിമയിൽ കയറിയ പോലെ തോന്നി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര. വാഴ 2 ഇപ്പൊ 200 കോടി ക്ലബ് അടിച്ചു. എങ്ങനെ ആ ഒരു സന്തോഷം പറയൂ? കാരണം ഈ പറഞ്ഞ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ചൊരു സിനിമ ചെയ്യണം, നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സിനിമ. 200 കോടി എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയ വിജയമൊന്നും അല്ല. എന്താണ് ഫീൽ ചെയ്യണത്? ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടാണ് പടം പോകുന്നത്. നല്ല വർക്കുകൾ വരിക, നമ്മൾ ആദ്യം ചെയ്യുന്നൊരു വർക്ക് നോട്ടീസബിൾ ആവുന്ന ഒരു ക്യാരക്ടർ കിട്ടിയാൽ നല്ല ആ പടം വർക്കായി കഴിഞ്ഞാൽ, പടം വർക്കായാലേ അൾട്ടിമേറ്റ് ഇല്ല. നമ്മൾ എത്ര നന്നായി ചെയ്താലും നമ്മൾ പലപ്പോഴും പറയും നമ്മൾ ഒരാൾ സെഞ്ചുറി അടിച്ചു ടീം തോറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുപോലെ പടം അടിപൊളിയാവട്ടെ, അതിന് നമുക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. 200 കോടിയൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആഗ്രഹിച്ചിട്ട് നമ്മൾ കോടിയുടെ കണക്കിലല്ലല്ലോ, നമ്മൾ പടം ഹിറ്റ് ആവട്ടെ എന്നിങ്ങനെ വിചാരിക്കും. പടം ഔട്ട് ഓഫ് ദി ബോക്സ് റണ്ണാണ് പടം പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് തെലുങ്ക് റിലീസ് ഈസ് കമ്മിങ് സൂൺ. തെലുങ്കിലും കൂടെ പടം നന്നായി പോട്ടെ, ഇനിയും ഒരുപാട് പേര് കാണട്ടെ, എല്ലാവരിലേക്ക് എത്തേണ്ട രീതിയിൽ പടം എത്തുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററും ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ തെലുങ്കിലൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ഡബിങ് വേറെയാണോ അതോ നമ്മൾ നമ്മൾ ഡബ് ചെയ്താൽ കോമഡി ആയിരിക്കും. അപ്പോൾ അതൊക്കെ അറിയുന്നവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളിനി കാണാൻ പോകുന്നുള്ളൂ. ആരുടെ കൂടെ വാഴ 2 കാണാൻ പോയത്?
ഒരു ചേട്ടനുണ്ടെന്ന് അറിയാം. ചേട്ടനോടെയാണ് ചേട്ടനുണ്ട്. ചേട്ടൻ, ചേച്ചി, അച്ഛൻ, അമ്മ, എൻ്റെ ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു ഒരു 16-17 പേരുണ്ടായിരുന്നു. അതെ, ഒരുമിച്ച് പോയി കണ്ടു. ഒരു വരി മുഴുവൻ ഞാൻ ഫില്ല് ചെയ്തിട്ടാ പോയത്. പിന്നെ പ്രൊഡക്ഷൻ എനിക്കൊന്ന് ആ പത്മേല കണ്ടത് വലിയ സ്ക്രീനിൽ. എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്ക് പരിചിതമായ മുഖങ്ങളായിരുന്നു. പടം കണ്ടിറങ്ങിയ സമയത്ത് എല്ലാവരും കുറേ പേര് ഇമോഷണലായിരുന്നു. ഡെഫിനറ്റ്ലി ഭയങ്കര ഫീലാ നമുക്ക് കാണുന്ന സമയത്ത്. മറ്റേ ഫീലാണ് നമുക്ക് അത് കാണുന്ന സമയത്ത്. എല്ലാവരും സ്ക്രീനിലേക്കല്ല നോക്കും, നമ്മൾ ചുറ്റും നോക്കും. ഓക്കെ അല്ലേ, കരയുന്നില്ലേ, അതൊരു മൂഡാണ്. ഞാൻ ആദ്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദേവരാജ് കരഞ്ഞായിരുന്നോ? കരയിൽ കൈൻഡ് ഓഫ് അങ്ങനെ നമ്മൾ പൊട്ടിക്കറിയുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. ഇമോഷണലി എന്തായാലും ഉണ്ടാവില്ല. നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിൽക്കും. കരയുന്നത് വേറെ നമ്മൾ കാണില്ല. പക്ഷെ അത് ഇമോഷണൽ ആനന്ദാശ്രു അതായിരുന്നല്ലേ ലാസ്റ്റത്തെ ഇമോഷണൽ സീൻ കണ്ടിട്ട് ചേട്ടനോട് കുറച്ച് സ്നേഹം എക്സ്ട്രാ കൂടിയതാണ്. ചേച്ചിനോടുള്ള സ്നേഹമൊക്കെ ഓൾറെഡി പണ്ടേ അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടനെ വിളിച്ച് പറയും. ഇതിൽ ഞാൻ ചേട്ടനായിട്ടാണ്, എനിക്ക് ചേട്ടനാണുള്ളത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, നമ്മുടെ പഴയ പരിപാടികളുടെ ചെറിയ പരിപാടികളൊക്കെ ഇതിലുണ്ട്. ഞങ്ങള് എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ചേട്ടനുണ്ടാക്കിയ അടിയുടെ ഒരു 10-1 ഇതിലുള്ളൂ. വേറെ ലെവലായിരുന്നു. നമ്മുടെ നാട് മുഴുവൻ ഫേമസ് ആയ രീതിയിലുള്ള വഴക്കായിരുന്നു. അത് ബോയ് സ്റ്റഫ്. ചേട്ടനും അനിയനും ആവുന്ന സമയത്ത് ഞാനും ചേട്ടന് 3 വർഷം ഡിഫറൻസാ. അടിയൊക്കെ വേറെ ലെവൽ അടിയായിരുന്നു. സമയത്ത് പലർക്കും പല രീതിയിലുള്ള പരിക്കുകളായിരിക്കും അച്ഛനും അമ്മയൊക്കെ. വീട്ടിലുള്ള ഇടിയാണോ പുറത്തുള്ള ഇടിയാണോ? അല്ല, വീട്ടില് പുറത്ത് നമ്മൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ എല്ലായിടത്തും ഒരുമിച്ചാണല്ലോ. അതൊക്കെ ഒന്ന് റീലീവ് ചെയ്തു വാഴ 2-ൽ. പിന്നെ അജിനായിട്ട് ഞാനിപ്പോ പറയും, ഇപ്പൊ എല്ലാ ദിവസവും വിളിക്കും. ചുമ്മാ എവിടാടാ ഒക്കെ ചോദിച്ച് വിളിക്കും അജിനെ. അജിനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയി. അവർ 4 പേരുമായിട്ട് ടീമിലുള്ള ശബരി ആയാലും ബാക്കി നമ്മള് പിന്നെ ഏഞ്ചൽ ആയാലും നമ്മൾ എല്ലാ ടീമുമായിട്ട് ഭയങ്കര ഒരു ഫാമിലി കൈൻഡ് ഓഫ് കണക്ഷൻ ആയി. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അജിനൊരു ബ്രദർ പോലെ. സത്യം. അജിൻ മാത്രമല്ല, നമുക്ക് പുതിയ കുറെ ആൾക്കാരെ കിട്ടി, കുറെ ബ്രദേഴ്സിനെ കുറെ സിസ്റ്റേഴ്സിനെ കിട്ടി. വാഴ 2 സിനിമയിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ ഏതായിരിക്കും? വാഴ 2-ൽ നമുക്ക് അത്രയും ഒരുപാട് ടേക്സ് പോയിട്ടില്ല പല സീനുകളും. എനിക്കൊന്ന് കാരണം ഞങ്ങൾ കുറെ ചർച്ച ചെയ്യും. ഡയറക്ടർ ആയാലും ഇപ്പൊ സവിൻ ചേട്ടൻ, നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട് സർക്കിൾ, ക്ലാസ് റൂം ചേട്ടൻ്റെ അടുത്തേക്ക് എന്തും ചോദിക്കാം, തിരിച്ചും ഇങ്ങോട്ട് എന്തും കേൾക്കണം, അത് നമ്മൾ റെഡി ആവണം. 5-8 ടേക്സ് ഒക്കെ പോയിട്ടുണ്ടാവും. നമ്പർ ഓഫ് ഏത് സീനായിരുന്നത്? സ്കൂളിലെ സീനായിരിക്കും. സ്കൂളിലെ ഫസ്റ്റ് ഇൻട്രോ. എന്റെ ആദ്യം എടുത്ത ഷോട്ട് എന്റെ ഫസ്റ്റ് ഷോട്ടാ. സവിൻ ചേട്ടാ എന്റെ എൻട്രി സീൻ എന്നെ ഫസ്റ്റ് എടുക്കല്ലേ, ഞാൻ നിന്നായിക്കോട്ടെ എന്നൊക്കെ പറയും. പക്ഷെ അത് അല്ല, നീ അതൊന്ന് പിടിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയത്. പക്ഷെ അതത്ര അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നി. അല്ലെങ്കിലും എല്ലാവരും മണ്ടത്തരം കാണിച്ച് പിന്നെയും വരുന്നു, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് വാഴ 2-ലൊന്നും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത ഞാനുണ്ടായിരുന്ന ഡേയ്സിലൊന്നും നമുക്ക് അങ്ങനെ സ്ട്രെസ്ഫുൾ പരിപാടിയോ അല്ലെങ്കിൽ ഒരുപാട് ടേക്ക് പോയതുകൊണ്ട് ഇനി ആകെ അതൊന്നുമില്ല. 15 ടേക്ക് പോയി, അത് കഴിഞ്ഞാൽ 16ാമത്തെ ടേക്ക് നീ എടുത്തോ, വരുന്ന പോലെ വരട്ടെ, നമുക്ക് ബെസ്റ്റ് ടേക്ക് വരുന്നവരെ ആ ഫ്രീഡവും ആ ഒരു ടൈമും സെറ്റിൽ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. തുടക്കമുള്ള ആദ്യമായിട്ടൊരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്ക് ആ ഫ്രീഡം വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10% അധികം ഇടാൻ പറ്റും. കറക്റ്റ് ശരിയാ. എൻട്രി സീനെ പറ്റി ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ആ എൻട്രി അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. ഷൂട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു, അത് ഇനി ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു? കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ മണിച്ചേണ്ട പാട്ടും കൂടി പോയിപ്പോൾ എന്നെ പോലെ തിയേറ്ററൊക്കെ ഫുൾ ഇളകലായിരുന്നു. നമുക്ക് റെഫറൻസ് ആയിട്ട് സോങ് ഇട്ടിരുന്നു. അന്നും എനിക്കറിയില്ല ഈ സോങ് ആണോ ഉപയോഗിക്കുക, ഈ സോങ് അല്ലേ ഉപയോഗിക്കുക. കാരണം പല റെഫറൻസുകൾ ഇങ്ങനെ എഡിറ്റിന്റെ സമയത്ത് ഇട്ട് നോക്കും. അപ്പോൾ ഷൂട്ടിന്റെ സമയത്ത് സവിൻ ചേട്ടൻ പറയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണ്ടത്. പിന്നെ സ്പോട്ട് അടിച്ച് നമ്മൾ കാണും. സ്പോട്ട് അടിച്ച് കാണുന്ന സമയത്ത് നോക്കി ഇങ്ങനെയാണല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും വേണോ അല്ലെങ്കിൽ ഇത്ര വേണ്ടേ, നമ്മൾ ഏത് മീറ്റർ പിടിക്കണം. കാരണം ആദ്യമായിട്ട് എൻ്റെ എടുക്കുന്ന ഫസ്റ്റ് ഷോട്ട് അതാ പടത്തില്. അപ്പൊ ഞാൻ ഈ ക്യാരക്ടറിന് ഏത് മീറ്റർ കൊടുക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം. ഇതിൽ ഈ ക്യാരക്ടർ എന്നോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ആദ്യം ഇങ്ങനെ കൈയൊക്കെ മടക്കി ഇതൊക്കെ ഇട്ട് മറ്റേ ഇതൊക്കെ കാതിലൊക്കെ ഇട്ട വന്നിരുന്നു. സവിൻ ചേട്ടൻ പറഞ്ഞു നിന്റെ ക്യാരക്ടർ ഇതല്ല പടത്തിൽ, നടത്തും പരിപാടിയും ഒക്കെ ഓക്കെ, പക്ഷെ നീ ഇതിൽ കുടുംബം നോക്കുന്ന, വീട്ടുകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനേക്കാൾ എല്ലാറ്റിലും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുന്ന ഒരു ക്യാരക്ടറാണ് നീ. ഇതിലൊരു മൊമെന്റ്, ഒരു പടത്തിലൊരു 10 മിനിറ്റ് നിന്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നീ നന്നാവുന്നതാണ്. നീ പിന്നെ പഠിക്കും, ബാക്കിയുള്ളവരെ വെച്ച് എല്ലാവരോടും പുച്ഛം, സ്വയം പഠിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരുത്തനാണ്. ആ ആറ്റിറ്റ്യൂഡ് നീ പിടിച്ചാൽ മതി. അപ്പൊ ബട്ടൺസ് ഒക്കെ കൈയൊക്കെ സെറ്റ് ചെയ്തോ, നോർമലായി അപ്പൊ എനിക്ക് ഓക്കെ ഇങ്ങനെ വന്നാൽ മതി, ഇതാണ് മീറ്റർ എന്നുള്ളത് കിട്ടി. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടും തിയേറ്ററിലെ പരിപാടിയൊന്നും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടായതുകൊണ്ട് അതൊരു മെയിൻ റീസൺ ആണ്. അത് പടത്തിൽ എവിടെ പ്ലേസ് ആവുന്നു എന്നുള്ളത്. പിന്നെ ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്, പിന്നെ അങ്ങോട്ട് പാട്ട് പരിപാടികളാണ്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഭയങ്കര ഹൈ ആയ ഒരു മൊമെന്റ് ആണ്. അതെ,
ഇപ്പൊ ദേവരാജ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രായം വരെ നമ്മൾ നല്ല കളിച്ചിരിച്ച് നടന്നിട്ട് പെട്ടെന്ന് കുടുംബത്തിന്റെ ഒരു ഇത് തലയിലേക്ക് വെക്കുന്നത്, നമ്മൾ പുറത്തേക്ക് പോകുന്നത്, അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റിന്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ടത് ടു ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് പ്രവാസീസ്, നമുക്ക് നമ്മളെ ഉള്ളടാന്ന്. അങ്ങനെ ദേവരാജിന് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരും, ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടിയ എൻ്റെ കൂടെ റൂമിൽ താമസിച്ചവൻ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കുറേ, അപ്പോൾ അവൻ നല്ലൊരു കമ്പനി നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവൻ മെസ്സേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞു, കുറേ തമാശയൊക്കെ പറഞ്ഞ അവസാനം പറഞ്ഞു, എടാ എനിക്ക് ലാസ്റ്റ് സീനാണ്, അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ദുബായി പോകാൻ നിൽക്കടാന്ന് പറഞ്ഞു. നീ ഇത് നിർത്തി ദുബായി പോവാണോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ യു എയിലായിട്ടും അല്ലാതെ പല സ്ഥലങ്ങളായി നിൽക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സ്റ്റോറി സെയിം ആയിക്കൊള്ളുന്നില്ല, പക്ഷെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് പടം കഴിഞ്ഞ് വന്ന DMസിൽ എനിക്ക് ഏറ്റവും അധികം മെസ്സേജസ് വന്നിട്ടുള്ളത് പ്രവാസീസിന്റെ. ഓ ശരി. ഇപ്പൊ മോദൻ അല്ലാത്തവരുണ്ട് എല്ലാവരും. ഇപ്പോൾ പിന്നെ എൻട്രി പാട്ട് ചേട്ടാ അടിപൊളി മറ്റേ അതൊക്കെ വരും. പക്ഷെ പ്രവാസീസിന്റെ മെസ്സേജിൽ ഒരു ഇമോഷനും കൂടെ ഉണ്ട്. കറക്റ്റ്. അവര് പടം കൊള്ളാം, അത് 2 വരിയിൽ പറയും, പിന്നെ വലിയൊരു എസ്സേ എഴുതിയിട്ടുണ്ടാവും. അവരുടെ ലൈഫ് അവര് പടത്തുനിന്ന് വിട്ടു, അവരുടെ ലൈഫിലേക്ക് വന്നു. നിങ്ങൾ ആദ്യമായി ഞാൻ ഇതേ ബ്രോക്ക് ഇപ്പം ഇത്ര പ്രായമായിട്ടുണ്ടാവും, ഞാൻ എൻ്റെ 14-ാം വയസ്സിൽ 15-ാം വയസ്സിൽ, അപ്പം ഇവന് 14-15 വയസ്സിലേക്ക് അവിടെ പോയി. സ്കൂൾ ടൈം അല്ലേ ശരിക്കും പറഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ ആ സമയത്താണ് അവിടെ പോകുന്നത്, ഞാൻ ഇത്രാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ പറയും ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ബ്രോ അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് മേളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു നോട്ടം, ആ നോട്ടം ഞാൻ ഒരു 15 വർഷം മുന്നേ നിന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി കുറേ പേര് കഥ എഴുതും. അയ്യോ. അപ്പം എനിക്ക് തോന്നും. പിന്നെ എനിക്കും പേഴ്സണലി ഇപ്പം ഞാനും അജിനും ഡിസ്കസ് ചെയ്യുമായിരുന്നു. ശരിക്കും ഫ്യുജേരയിലെ ഒരു ഡെസേർട്ടഡ് ഏരിയയിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന സീൻസ് അങ്ങനത്തെ സ്ഥലത്താണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ പുറകിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ അവിടെ സൈറ്റിൽ വരുന്നവരൊക്കെ ശരിക്കും അവിടെ പണിയെടുക്കുന്നവരാ. ഒരുപാട് പേരുണ്ട്. പിന്നെ പാകിസ്ഥാനീസ് ഉണ്ട്. അല്ല, എല്ലാ ആർട്ടിസ്റ്റുകളല്ല, പുറകിൽ നിൽക്കുന്നവരൊക്കെ കുറെ കാലമായിട്ട് അവിടെ ഉള്ളവരാ. അപ്പൊ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ അവർ നമ്മളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7 വർഷമായി ബ്രോ പാകിസ്ഥാനിയാണ്, ഞാൻ 7 വർഷമായി നാട്ടിൽ പോയിട്ട് എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ പല കാര്യങ്ങളായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കഥകളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഷോട്ടിലേക്ക് വരുന്നു, നമുക്ക് ആ റിയൽ ഇമോഷൻ കിട്ടും. കുറച്ച് ദിവസം ഉണ്ടല്ലോ, എനിക്കൊന്ന് 7 ദിവസമേ നമ്മൾ ആ വർക്ക് സൈറ്റിലെ സീൻസ് എടുത്തിട്ടുള്ളൂ. ആ ഷെഡ്യൂൾ അത്രയും നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. 7 ദിവസമില്ല, 5 ദിവസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ യൂണിഫോം ഊരി വെക്കുന്ന നമുക്കൊരു കണക്ഷൻ കിട്ടും. ഒരു പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കോസ്റ്റ്യൂം, അത് നമുക്കൊരു കോസ്റ്റ്യൂം മാത്രമല്ലല്ലോ, നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു ഇതാണ്, അതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ആ സ്ഥലം ഇതൊക്കെ ആയിട്ട് നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ വരും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഷോട്ടിന് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ പ്രൊഡക്ഷൻ എടുത്ത ആ ഒരു ഡിസിഷൻ എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്യാരക്ടറിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതെ. അപ്പം ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ സിനിമ, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടതെന്ന് പറഞ്ഞാൽ. അതിനെ തെറ്റിദ്ധരിച്ചെടുക്കുന്നു, പക്ഷെ ശരിക്കും നീ അതൊന്ന് വായിച്ചു ആ ഡയലോഗ് ഇപ്പൊ പറയാൻ പറ്റുമോ? ഇമോഷണലി മറ്റേ മ്യൂസിക് ഇട്ട് പറയേണ്ട സാധനമാണ്. എന്തായിരുന്നത്? ഞാൻ പറയാൻ പറ്റും, അജിൻ പറയുന്ന ഡയലോഗ്. നീ അയ്യോ ആ ഡയലോഗ് എന്തായാലും ഞാൻ മറന്നു. ഞാൻ പറയാ അന്നല്ലതാ പറ. നീ ഇങ്ങോട്ടൊന്നും വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാ മതി, നീ കൂടെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്താ അങ്ങനെ എന്തായിരുന്നു? ഞാൻ എന്തായാലും ഇവിടെ വന്ന് പെട്ടു, നീയും കൂടി ഇവിടെ വന്ന് വെയിൽ കൊണ്ട് പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും അവൻ അച്ഛൻ്റെ വാക്കും കേട്ട് പെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോന്നു. ആണ് സാധനം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയൊന്നും നമ്മളെ ഇമോഷണലി ചെയ്യും, നമുക്ക് ആ സീൻ വർക്ക് ആവണം. പക്ഷെ ഇത്രയും പേർക്ക് റിലേറ്റഡ് ആവുന്ന ഇങ്ങനത്തെ ഒരു സാധനമാണ്, ഇത് പടം കഴിഞ്ഞ് ഇങ്ങനെ ചർച്ചയാവുന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. സീൻ വർക്ക് ചെയ്യണം, അത്രയും നമ്മളപ്പോ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ വാഴ 2 ഒരു ആക്ടിങ് ക്യാമ്പ് ഉണ്ടെന്ന് കേട്ടായിരുന്നു. 1 വീക്കിന്റെ ആക്ടിങ് ക്യാമ്പ്. എങ്ങനെ നിങ്ങൾ ജെല്ലായത്? എങ്ങനെ ഹാഷിർ ആൻഡ് ടീമായിട്ട് ജെല്ലായത് ആ സമയത്താണോ? ആക്ടിങ് ക്യാമ്പ് രാജേഷേട്ടൻ്റെ അടുത്തൊരു ക്യാമ്പായിരുന്നു. 1 വീക്ക് ക്യാമ്പായിരുന്നു. എനിക്കൊന്ന് ഷൂട്ട് തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ക്യാമ്പ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ളൊരു റിയൽ വേൾഡിലാണ് നിൽക്കുന്നത്. എല്ലാവരും സ്കാറ്ററായി കിടക്കുന്ന സമയത്തിൽ എനിക്ക് ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് ജെല്ലാക്കി നമ്മുടെ ആ ഒരു ഇൻഹിബിഷൻസ് എല്ലാം കളഞ്ഞ് ഓണാക്കിയത് ആ ക്യാമ്പാണ്. ആദ്യമായിട്ട് ഇവരെ കാണുന്നത് അവിടെ തന്നെ ഹാഷി ടീമിനെ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും ഇങ്ങനെ, കാരണം എനിക്ക് ഫസ്റ്റ് ദിവസം മിസ്സായി, ഞാൻ സെക്കൻഡ് ദിവസമാണ് വരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ദിവസം മിസ്സായിരുന്നു, നല്ല മിസ്സായെന്ന് എനിക്ക് പിന്നെ ഫീൽ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഡേ എത്തിയ സമയത്താണ് ഇവരൊക്കെ ഓണായി നിൽക്കുക, ഇവരൊക്കെ ഓൾറെഡി ഇന്നായി. അപ്പോൾ ഞാൻ വന്ന് ഇവന്മാരെല്ലാവരും ഉണ്ട്, പരിചയപ്പെട്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വേറെ വൈബായിരുന്നു, പെട്ടെന്ന് കണക്റ്റഡ് ആയി അവരായിട്ട്. ഇപ്പൊ റിയൽ ലൈഫിൽ ദേവരാജ് ഒരു അഡ്വക്കേറ്റ് ആണ്. സിനിമയിലെ അടി ആസ് എൻ അഡ്വക്കേറ്റ് എങ്ങനെ കാണുന്നു? ഏത് സെക്ഷൻ അണ്ടറിലായിരിക്കും നമ്മൾ കേസ് ഫയൽ ചെയ്യുക? സിനിമയിലെ അടി ഒന്നാമത് സ്കൂൾ പിള്ളേരാണ്, ബിലോ 18 ആണ്. ലീഗാലിറ്റി അല്ല അവിടെ വിഷയം. അവിടെ സ്കൂൾ
സ്കൂൾ അധികൃതർ ഇടപെടേണ്ട പരിപാടിയാണത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇടപെടാനായിട്ട് ഇപ്പൊ പോലീസ് കേസൊക്കെ ആയല്ല, സപ്പോസ് വലിയ വിഷയമൊക്കെ ആവാണെങ്കിലോ? പോലീസ് കേസ് മറ്റേ കഞ്ചാവ് അല്ല, ഡെഫിനറ്റ്ലി ഇതൊക്കെ കഞ്ചാവും കാര്യങ്ങളൊക്കെ. ഒന്നാമത് എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അത് കേൾക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിച്ചത്. അതൊന്ന് കട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു വന്നപ്പോഴേ ഇത് സെക്ഷനിലുള്ളത് നോക്കിയിട്ട് കുഴപ്പമില്ല, കട്ട് ചെയ്യാൻ പറഞ്ഞു. അധികം ആവശ്യം വന്നിട്ടില്ല. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി 2 കൊല്ലം കോർപ്പറേറ്റ് ലോയിൽ പോയി. ഭയങ്കര താല്പര്യമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ കേട്ടിട്ട് ഇഷ്ടമായിരുന്നു പഠിക്കാൻ. ലോ പ്രാക്ടീസ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ആദ്യമേ എനിക്കറിയാം കുറച്ച് കാലമേ ഞാൻ ഈ ലോയിൽ പോകും, എന്തായാലും സിനിമയിലേക്കാണ് വരുന്നത്, പ്രാക്ടീസ് ചെയ്യണ്ട, കുറച്ച് കാലം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് സേഫ് ആയിട്ട് ഇതിലേക്ക് വരാം. പിന്നെ ഞാൻ ഒരു കാലത്ത് അത് ഫോളോ ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് ലോ ബുക്സോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്നായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ ആവശ്യം വരാറില്ല, ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് വിളിക്കട്ടോ, കുറെ പേര് വാഴ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ വാഴയിലുള്ളത് അറിയാതെ, ഞാൻ ഇപ്പോഴും സിനിമാ താല്പര്യങ്ങൾ എനിക്കുള്ളത് അറിയാതെ, ഇപ്പോഴും എനിക്ക് ലീഗൽ ഡൗട്ട്സ് ചോദിച്ചാൽ എൻ്റെ വർക്ക് പഴയ ഓഫീസിൽ നിന്നും ചില വക്കീലന്മാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പം എന്താ പറയും? അപ്പം പുള്ളി വാഴ കണ്ടിട്ടില്ല, പുള്ളി ഞാൻ ഇതിലുള്ള കാര്യം പുള്ളിക്ക് അറിയില്ല, എൻ്റെ താല്പര്യം ഇതാണെന്ന് അറിയില്ല. കാരണം അന്ന് വർക്ക് ചെയ്തിരുന്ന ആരോടും ഞാൻ സിനിമാ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല. അതുപോലെ സിനിമാ ഫീൽഡിലുള്ള ആർക്കും ഞാൻ ലോയറാണെന്ന പരിപാടി അറിയില്ല. ഞാൻ കൃത്യമായിട്ടൊരു മാർക്ക് വരച്ച് 2 എണ്ണത്തിനിടയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അവർക്ക് എപ്പോഴും വിളിച്ച് ചോദിക്കും. അപ്പം ചേട്ടാ ഞാനേ അത് അറിയുന്ന ഒരാളുടെ നമ്പർ തരാം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ നമ്പർ അയച്ചു കൊടുക്കും ഞാൻ. ചേട്ടാ ഇവിടെ ചോദിച്ചാൽ മതി, ഞാൻ ഇതല്ല നോക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഒഴിവാക്കി വിടും. ഞാൻ ചേട്ടാ സിവിലാണെന്ന് പറഞ്ഞു വിടും. ശരിക്കും ഏതായിരുന്നു പഠിച്ച? ക്രിമിനലാ? അല്ല, പഠിക്കുമ്പോൾ എല്ലാം സെയിമാ. നമുക്ക് LLB എല്ലാവർക്കും സെയിം ആണ്. LLM സ്പെഷ്യലൈസേഷൻ അതൊക്കെ മാറും. ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ പഠിക്കുന്ന എല്ലാ ബേസിക് എല്ലാ സബ്ജക്ട്സും എല്ലാവർക്കും സെയിം ആണ്. ഓക്കെ. റീൽ എടുക്കുമ്പോൾ നിങ്ങളിപ്പം ദേവരാജാണ്, നന്ദഗോപനാണ്, നിങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് അവർ ലാസ്റ്റ് റീൽ ഷുഡ് ബി യുവർ ബെസ്റ്റ് റീൽ എന്നുള്ള രീതിയിലാണ്. എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞതൊക്കെ. പഠിച്ചടാ, ഞാൻ എല്ലാം പഠിച്ച്. അപ്പൊ ഒരു സിനിമ ഈ സെയിം സാധനം സിനിമയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കൂ. ഡെഫിനറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ഈ വാഴ 2 ഈ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്യാരക്ടർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? എന്തായാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ, എല്ലാ ആർട്ടിസ്റ്റും പ്ലാൻ ചെയ്യുന്നതാണ്. ഇതിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കണം നമ്മുടെ അടുത്തത് എന്നുള്ള സാധനം, അല്ലെങ്കിൽ അവസാനത്തെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള സാധനം. എന്തായാലും ഇനി വാഴ 2 കഴിഞ്ഞ് നമുക്ക് ഇനി വീണ്ടും നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളായിരിക്കും എല്ലാവരും നോക്കുക. ഡെഫിനറ്റ്ലി ഞാനും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കഥ വരുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ ഞാൻ ചെയ്തതിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, എങ്ങനെ ഷോക്കേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ എല്ലാവരും നോക്കുക. ഞാനും തന്നെ നോക്കുന്നത്. വരട്ടെ, വിളിക്കൂ കോളെ. അടിപൊളി. അതിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? പ്രിപ്പറേഷൻ ഒന്നുമില്ല. യുറേക്ക ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിപ്പറേഷൻ. അത് അതിന്റെ കൂടെ അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതെ അതെ. വിപിൻ ദാസ് ആ സ്റ്റേജിൽ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നീ ഇനി റീൽസ് ചെയ്യേണ്ടവനല്ല, നീ ഇനി റീൽസ് ചെയ്യേണ്ടെന്ന് പറയുന്നു. റീൽസ് നിർത്തുവോ സിനിമയിലേക്ക് കഴിഞ്ഞാൽ? ഫസ്റ്റ് തിങ് അതെനിക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ആണ്. വിപിൻ ചേട്ടനെ ഇപ്പോൾ ഉള്ള ഒരാൾ വിളിച്ച്, വിപിൻ ചേട്ടന്റെ ചില റീൽസ് ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, 1-2 റീലുകൾ കണ്ട് പിറ്റേ ദിവസം വിളിച്ചു, എടാ ഞാൻ 2-3 തവണ നിന്റെ പരിപാടികൾ എനിക്ക് കണ്ടു, നീ എല്ലാം കൂടെ നീ ഇവിടെ ഇടല്ലേ, നമുക്ക് കുറച്ച് പടത്തിലും ആവശ്യം വരും. മറ്റേത് അല്ല, ശരിയാണ്. കാരണം റീലെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം പടത്തിൽ നമുക്ക് കിട്ടുന്ന ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് എത്രയാണോ നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉള്ളത് അത് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. റീല് നമ്മൾ തന്നെ എഴുതുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാ ഇമോഷൻസ് നമ്മൾ പല രീതിയിൽ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യും. പടത്തിലൊരു ക്യാരക്ടർ കിട്ടുന്ന ആ ഒരു സ്പേസിൽ ചിലപ്പോൾ നമുക്ക് റീലിൽ ചെയ്ത് അത്രയും ഡയലോഗ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അത്രയും വലിയൊരു ഇമോഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കണ്ടവർ ചിലപ്പോൾ പറയാം, എന്നോട് ശരിക്കും ചിലർ പറയാറുണ്ട്, എടാ കൊള്ളാം, പക്ഷെ യുറേക്കയിലെ പരിപാടിയാണ് കേട്ടോ കൂടുതൽ ബെറ്റർ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് എന്താണെങ്കിൽ കാലങ്ങളായിട്ട് അവർ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബിഗ് സ്ക്രീൻ ഈസ് ഡെഫിനറ്റ്ലി ഡിഫറെന്റ്. എന്നെ സംബന്ധിച്ച് ആ കിട്ടിയ ഒരു ക്യാരക്ടറും സജിൻ എന്നുള്ള ഒരു ക്യാരക്ടറും ആ പടവും അതിലേക്ക് എന്നെ വിളിച്ചതൊക്കെ ഞാൻ ഭയങ്കര ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. സന്തോഷം. നമ്മൾ യുറേക്ക കണ്ട് എല്ലാവരും പറയുന്നതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കും, ബ്രോ നിർത്തരുത് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു അത് നിർത്തുന്നില്ല, അതിന്റെ ഫ്രീക്വൻസി ചിലപ്പോൾ കുറയുമായിരിക്കും. നമ്മുടെ ടൈം വെച്ച് നമ്മൾ എല്ലാവരും എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് നമ്മൾ ചിലപ്പോൾ ഇത്ര എണ്ണം ചെയ്യാന്നുള്ളതിനേക്കാൾ നല്ല സാധനങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ഡെഫിനറ്റ്ലി തുടർന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ വന്ന റൂട്ട്, സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയാ, ബ്രോ നമ്മുടെ വീട്ടിലൊരാൾ സിനിമയിൽ എത്തിയ പോലെ തോന്നി എന്ന ആൾക്കാർക്ക് തോന്നാൻ കാരണം ഇത്രയും കാലം നമ്മൾ യുറേക്കയിൽ വീഡിയോസ് ചെയ്തതുകൊണ്ടും ഇപ്പൊ അവരുടെ ചാനൽ കൊണ്ട് ആശ ടീം അവർ ഇത്രയും കാലം ചെയ്തതുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യലായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും അവർ ട്രീറ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ. അല്ല, ആദ്യമായിട്ട് വരുന്നൊരു തിയേറ്ററിൽ ആൾക്കാർ കൈയടിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കോണ്ടന്റ് എന്നുള്ളതുകൊണ്ടാണ്. അത്രയും നിങ്ങളൊക്കെ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. ഓ ദേവരാജ്, ഓ അവര് ഹാഷറന്തെയും ഭജന, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ നമ്മളുടെ ആ ഒരു ഹൈപ്പ് നമ്മൾ എത്രത്തോളം കൊടുത്തോ, എത്രത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്തോ അതിന് ഉപരി നിങ്ങൾ തന്നു. അവിടെയാണ് നമ്മൾ ഹാപ്പി ആയത്. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. റീല്
യുറേക്ക പരിപാടികൾ, യുറേക്കയിലെ റീൽസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യും. കാരണം അവരാണ് നമ്മളെങ്ങനെ ഇവിടെ എത്തിച്ചത്. ഫസ്റ്റ് പടത്തിലേക്ക് നമ്മളെ കയറ്റി വിട്ടത്. അതെ, അവരെ നമ്മൾ തുടർന്നും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. അതുപോലെ ഇനി മുൻപ് ഹൃദയപൂർവ്വത്തിൽ നമ്മൾ അഭിനയിച്ചു വിത്ത് ലാലേട്ടൻ. ലാലേട്ടൻ നമ്മുടെ ഇതിൽ റീൽസ് കാണലുണ്ടോ? എനിക്കറിയില്ല, ചോദിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എനിക്ക് തോന്നുന്നു ലാൽ സാർ റീൽസൊക്കെ കാണുന്ന ആളാണ്, എല്ലാം എൻജോയ് ചെയ്ത് ഭയങ്കര ചില്ലായി പോകുന്ന ഒരാളാണ്. കണ്ടിട്ടുണ്ടായിരിക്കാം. ആരാണ് പിന്നെ ഇതിൽ അഭിനയിച്ചുകൊണ്ട് ചിലപ്പോൾ മുഖം നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഹൃദയപൂർവ്വം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മൾ ആരെങ്കിലും ഒക്കെ വിളിക്കുമോ നോക്കിയിരിക്കുന്ന സമയത്താണ് സത്യൻ സാർ വിളിക്കുന്നത്. ആരാ വിളിക്കണതെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഹൃദയപൂർവ്വത്തിന്റെ ഫസ്റ്റ് കോള് വന്നത് എനിക്ക് ആരാ വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. വിളിച്ചു, അപ്പൊ ഇതാണ് പടത്തിന്റെ പേര് ഹൃദയപൂർവ്വം എന്നാണ്. ബാക്കി ഒന്നും എന്നോട് പറയുന്നില്ല. ഇങ്ങനൊരു പടമുണ്ട്, കുറച്ച് സീൻസ് ഉണ്ട്, ചെറിയൊരു ഓഡീഷൻ ഉണ്ടായിരിക്കും, ഒരു സ്ക്രിപ്റ്റ് അയക്കാം, ഷൂട്ട് ചെയ്ത് അയക്കുകയോ ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. കട്ട് ചെയ്ത് ഞാൻ അടിച്ചു നോക്കി ഹൃദയപൂർവ്വം, ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്താണ് മോഹൻലാൽ സത്യനന്ദിക്കാട് ഹൃദയപൂർവ്വം. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു, ഈ ഹൃദയപൂർവ്വം തന്നെയാണോ ഇത് ചോദിച്ചു. അതെ അതെ. ഒന്നും വിചാരിക്കരുത്, എന്റെ എക്സൈറ്റ്മെന്റോട് ചോദിക്കുകയാണ് ലാൽ സാറായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? അപ്പൊ ഉണ്ട്, ഉള്ള സീൻസൊക്കെ ലാൽ സാറിന്റെ കൂടെ തന്നെയാണ്. ഓക്കെ ശരി എന്ന് പറയും. കട്ട് ചെയ്ത് എന്നിട്ട് ആരോട് പറയണം എന്നുള്ളത് അറിയാം. ഞാൻ ഒറ്റയ്ക്ക് എന്നാ വിളിച്ചത്. ഇവരെയൊക്കെ വിളിച്ചോടാ ഇങ്ങനത്തെ ഒരു പരിപാടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണ്. സത്യൻ സാറുടെ ഒരു പടത്തിന്റെ ഒരു വലിയ ഭാഗമാണെന്ന് പറയുന്നത്. സാറുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് വരുന്നു, സെർച്ച് ചെയ്യുന്നൊരു ഇതാണ്. അപ്പൊ ഞാൻ കുറച്ച് താരങ്ങളുടെ പേര് പറയും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പേര് പറയും. അപ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏത് റീല്, യുറേക്കയുടെ ഏത് റീലായിരിക്കും കാണിക്കണേന്ന് പറയണം. ഓക്കെ. ഫസ്റ്റ് ലാലേട്ടൻ. ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ റീലിലും ഒരു ദാസൻ വിജയൻ പരിപാടികൾ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതാണ്. പിന്നെ കുറെ കമന്റ്സ് ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ലൈഫ് ആഫ്റ്റർ 25 എന്ന് പറഞ്ഞ റീൽ ഉണ്ടായിരുന്നു. അതിലാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമുക്ക് ദാസൻ വിജയൻ എന്നുള്ള കമന്റ്സ് ഒക്കെ വന്ന് നമ്മൾ തന്നെ കൊള്ളാം പരിപാടി എന്ന് വിചാരിച്ചത്. മറ്റേ ജോലി ഇല്ലാത്ത ആ സീൻ. ഓക്കെ, നൈസ്. അടുത്തത് മമ്മൂക്ക. ബിനീത് ഹെർ ബാംഗിൾസ് ഞങ്ങൾ റീസെന്റ് ആയി ചെയ്ത് ഭയങ്കര സീരിയസ് സബ്ജക്റ്റ് ആണ്. സീരിയസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തൊരു സബ്ജക്റ്റ് ആണ്. നമുക്കിവിടെ റീസെന്റ് വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ റീല് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണ്ടേ, എടാ അത്രയൊക്കെ ആലോചിക്കണോ ചോദിക്കും. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ റീലുകളൊക്കെ ഞങ്ങൾ എത്തുന്നത്. പല പടങ്ങളിലും പലരുടെയും പെർഫോമൻസ് കണ്ടിട്ടാണ് നമ്മൾ റീല്. ഒരു സിനിമ കണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കണ്ടേ. ഞങ്ങൾ അതിനുവേണ്ടി സ്ക്രിപ്റ്റ് എഴുതും. നമുക്ക് അഭിനയിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെ ചിലത് എഴുതി. പിന്നെ പൃഥ്വിരാജ്. ഞങ്ങൾ ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ഈ അടുത്ത് റീൽ ചെയ്തിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കുറച്ച് സ്ലോമോ, കുറച്ച് വോക്ക്, അങ്ങനത്തെ സാധനം ഞങ്ങൾ യുറേക്കയിൽ അധികം ചെയ്തിട്ടില്ല. വില്ലേജ് ലെജൻഡ്സ് അതായിരിക്കും കാണിക്കാം. അതിൽ കുറച്ച് നമ്മൾ ആദ്യമായി കുറച്ചൊരു ഹീറോയിക് പരിപാടികളൊക്കെ കൊടുത്ത് പുള്ളിയെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എനിക്ക് ചോദിച്ചപ്പോൾ എനിക്ക് നടത്തണം ഓർമ്മ വന്നത്. ജോഷി സർ. ഏതാ കാണിക്കേ? അയ്യോ, കൺഫ്യൂഷനായി, ടെൻഷനായി. ഈ ബിനീത് ഹെർ ബാംഗിൾസ് ബിനീത് ഹെർ ബാംഗിൾസ് തന്നെ ആയിരിക്കും. കാരണം അതെനിക്ക് വേറെ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യാത്ത രീതിയിൽ കൊടുത്തൊരു റീലായിരുന്നു അത്. പ്രിയദർശൻ സാർ. ബോയിങ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ റീൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പേരിട്ടൊരു സാധനം ചെയ്തത് പ്രിയദർശൻ സാറുടെ മൂവി പോലെ തോന്നിക്കുന്ന ഒരു ഇതാണ്. ഒരു സിംഗിൾ ഷോട്ട് റീലാണ്. അറിഞ്ഞോ അറിയാതെയോ അങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഇൻസ്പയർഡ് ആവും. പിന്നെ ഉറപ്പായിട്ടും പരിപാടികൾ വരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് സാറിനെ കാണിക്കും. അടുത്ത ഈ സെഗ്മെന്റിന്റെ പേര് ഫസ്റ്റ് എന്നാണ്. ഫസ്റ്റ് സെഗ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓഡിഷൻ. ഓർമ്മ, മെമ്മറീസ് ഷെയർ ചെയ്യും. പ്ലസ് വണ്ണിലാണ് ആദ്യത്തെ ഓഡിഷൻ. അതായത് എത്ര വർഷം മുമ്പാടാ? 15 വർഷം. 13-14 പടം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഇറങ്ങാത്തൊരു പടാ. പക്ഷെ നമ്മൾ പോയി ഓഡിഷൻ. പോയി ഇഷ്ടം പോലെ ഇറങ്ങാത്ത പടങ്ങളുടെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയ പടങ്ങളുടെ ഓഡീഷൻസ് കുറവാ. അതെയാ? ഇറങ്ങാത്ത പടങ്ങളുടെ അധികം. ഓക്കെ, ആർക്കും ഒരു പരാതിയില്ല. എന്ത് റോളായിരുന്നു ഓർമ്മയുണ്ട് ആദ്യം ചെയ്തത്? ടെൻഷൻ, ആ മെമ്മറി. ഞാൻ പടത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു മുതിർന്നൊരു നടൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പുള്ളിയുടെ പേരക്കുട്ടിയായിട്ടുള്ള റോളായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഒരു ചേട്ടനനിയൻ ഉള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അവിടെയും ചേട്ടനനിയൻ. ഈ ചേട്ടനനിയൻ കുറെ കസിൻസ്, ഒരു 3-4 പേരുണ്ടായിരുന്നു. കസിൻസ് കൂടി വഴക്കുണ്ടാക്കുന്ന അങ്ങനെ എന്തോ ഒരു സീനൊക്കെ എനിക്ക് ആദ്യമായിട്ട് തന്നത്. ഞാൻ കണ്ണൂരിൽ പോയാണ് അത് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് റീൽ സെപ്റ്റംബർ 6, 2024. മെമ്മറി. യുറേക്കയിലെ ഫസ്റ്റ് വീഡിയോ ആണ്. സെപ്റ്റംബർ 7, 2024 എന്ന് പറയുമ്പോ 2 വർഷം മുമ്പ്. 2 വർഷം ആയിട്ടില്ല, 1.5 വർഷം ആവുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ ക്ലബിൽ ജോയിൻ ചെയ്തത്. സെപ്റ്റംബർ 7 എടുത്തു നോക്കൂട്ടെ. ആ സമയത്ത് ഞാൻ ക്ലബിൽ ജോയിൻ ചെയ്യണം 2024. എല്ലാം നല്ല കാര്യങ്ങൾ അപ്പോഴാണല്ലേ നടക്കണേ ദേവരാജ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് സാലറി. അത് ടൈമാണോ പറയേണ്ടത്? അല്ല, സാലറി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല, നമുക്ക് ആദ്യത്തെ നമ്മളത് ഒരു ഗ്രോത്ത് ആയിട്ട് കാണും. ഇപ്പൊ ഞാൻ ചിലർ പറയും സാലറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തിരുന്നു. അതും സാലറി ആണല്ലോ. പിന്നെ ഉറപ്പായിട്ടും
അപ്പോൾ എനിക്ക് ഒന്ന് 7,000 സംതിങ് ആയിരുന്നു ഒരു മാസം ട്യൂഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ. അത് പെർ അവർ ആയിരുന്നു. അതായത് മറ്റേ ട്യൂഷൻ സെന്ററിൽ പോയിട്ട് പഠിപ്പിക്കുക ആസ് എ ടീച്ചർ. ഓ അത് ശരി. ഫസ്റ്റ് ടൈം സമ്മൺ റെക്കഗ്നൈസ്ഡ് യു ഇൻ പബ്ലിക്? ഞാനും ഗോപനും കൂടെ, നന്ദഗോപൻ, ഞങ്ങൾ യുറേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളൊരു 8-10 വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഞാനും ഗോപനും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കുക എന്തോ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നൊരു പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ സംശയം നമ്മളെ റെക്കഗ്നൈസ് ചെയ്തോ ഇല്ലയെന്ന് അറിയില്ല. ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്ന ഉറപ്പ് വരുത്തിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. ഗോപൻ ഞാൻ ചായ കുടിച്ചു, ചേട്ടാ നമ്മളെ ആയിരിക്കും നോക്കുന്നു, യുറേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, യുറേക്ക് കണ്ടതായിരിക്കും, വേറെ എവിടെയെങ്കിലും കണ്ടതാകും, പുള്ളി ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലല്ലോ നോക്കി. അവസാനം പുള്ളി പറഞ്ഞു വീഡിയോസ് കണ്ടു കൊള്ളാം, യുറേക്ക പുള്ളിയോടൊപ്പം പുള്ളി വീഡിയോസ് ഒക്കെ കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് പറഞ്ഞു ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാറേ, നമുക്ക് ഇനി റീൽസ് നിർത്തണ്ട. 5 വട്ടം വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുണ്ട് ആദ്യമായിട്ടായതുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഫാൻ DM that made you laugh? അതായത് ഇപ്പൊ ഞാനും ഗോപനും ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ഇപ്പൊ ഞങ്ങള് ഈ ജോലി ഉള്ളതും ജോലി ഇല്ലാത്തൊക്കെ പറയുന്ന സമയത്ത് അതില് ഗോപൻ ജോലി ഇല്ലാത്ത ആളാ, ഞാൻ ജോലിയുള്ള ഒരാള്. ബ്രോ എന്തിനാണ് ഇങ്ങനത്തെ പാടുകളൊക്കെ കൊണ്ടു നടക്കുന്നത്? ഗോവന്റെ ക്യാരക്ടറിനെ കുറിച്ചാ പറയുന്നത്. വായിച്ചകൾ കുറെ ചിരിച്ചു. ക്യാരക്ടറിനെ കുറിച്ച് അതിന്റെ കാരണക്കുറ്റി നോക്കി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറെ പേര് മെസ്സേജ് അയക്കും, സിറ്റുവേഷൻസ് കണ്ട് ട്രിഗർ ആയിട്ട് കുറെ പേര് മെസ്സേജ് അയക്കും. നിങ്ങൾ ഒരുപാട് ചിരിക്കും. ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്? അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഇഷ്ടം പോലെ കിട്ടിയോണ്ടേ അതല്ലേ. അല്ല പല ടൈപ്പ് ഓഫ് ഹാർട്ട് ബ്രേക്സ് ഉണ്ടല്ലോ, നിനക്ക് ഇഷ്ടമുള്ള പറയാം. ഇഷ്ടമുള്ള ഹാർട്ട് ബ്രേക്ക് അല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഹാർട്ട് ബ്രേക്ക്. സിനിമ റിലേറ്റഡ് നമ്മൾ ടോപ്പിക് ആയതുകൊണ്ട് അത് റിലേറ്റഡ് പറയാം. ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നായി അതിന്റെ ആക്ടിങ് ക്യാമ്പും പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ അതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടാണ് ഞാൻ അറിയുന്നത്. അതേത് പടമായിരുന്നു? പടത്തിന്റെ പേരൊന്നും പറയാം, 2018. പക്ഷെ പടം ഹിറ്റാണ്. പടമല്ലാട്ടോ, 2018 ഉള്ള ഒരു സിനിമയാണ്. ആ പടം ശരിക്കും ഹിറ്റാണോ? പടം അത്യാവശ്യം നന്നായി പോയ പടാന്ന് തോന്നുന്നു. എന്ത് പറ്റിയത് പിന്നെ ഇതാക്കാതിരുന്നേ? അല്ല അതിന് അവസാനം വെച്ച് മാറാം, പറയാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. അതിൽ പരാതിയൊന്നുമില്ല. അത് സിനിമയാകുമ്പോൾ അവസാനം വെച്ചൊരു ബെറ്റർ ക്യാരക്ടർ വരുന്നു, ചിലപ്പോൾ ഞാൻ വർക്കെല്ലാം തോന്നുന്നു, അത് ആരായാലും മാറാം. പക്ഷെ നമുക്ക് പേഴ്സണലി അതൊരു ഹാർട്ട് ബ്രേക്ക് ആണല്ലോ. ഇങ്ങനെ ആലോചിക്കല്ലോ, ഓക്കെ അത്യാവശ്യം നല്ല ലീഡ് ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ അത് വെച്ച് ഇങ്ങനെ ആലോചിക്കും, കൊള്ളാം. പിന്നെ ഒരു പോയിന്റിൽ അത് പോകുമ്പോൾ നമുക്ക് 2 ദിവസം നമ്മളൊന്ന് ഓക്കെ ആയി വരാൻ ടൈം എടുക്കും. കോളേജിൽ പഠിക്കുന്ന സമയം, കോളേജിൽ 4th ഇയർ തോന്നുന്ന സമയത്ത്. ഓക്കെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അതുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഇത് സംഭവിച്ചത്. ഫസ്റ്റ് ലവ് എവിടെ തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്. അതാ പറഞ്ഞത്, അത് ലവ് സീരിയസ് ലവ് അങ്ങനെ കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. അതെന്നെ ചോദിച്ചു. നീ ആദ്യത്തെ നിന്റെ ഓർമ്മ വരുന്നൊരു? ആദ്യത്തെ ഓർമ്മ വരുന്നുണ്ട് 10ാം ക്ലാസ്. ഓക്കെ, എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുള്ള നല്ല വൃത്തിയുള്ളൊരു സ്റ്റോറി. 10ാം ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഓ അടിപൊളിയായിരുന്നു. ഇപ്പൊ എവിടെയൊന്നും അറിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി തോന്നുന്നു. ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ സ്കിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലൈ ടോൾഡ് അറ്റ് ഹോം വൈൽ ചേസിങ് ആക്ടിങ്? അങ്ങനെ എന്തെങ്കിലും പറയേണ്ട വന്നായിരുന്നോ? ദൈവം സഹിച്ച് എനിക്ക് അതിൽ നുണ പറയേണ്ടി വന്നിട്ടില്ല വീട്ടില്. അതെ അല്ലേ, ഭയങ്കര സപ്പോർട്ടീവാണ്. ഭയങ്കര സപ്പോർട്ടീവാ. വാഴ 2 അച്ഛനെ പോലെയുള്ള അച്ഛനല്ല റിയൽ ലൈഫ്. ഒരിക്കലും അല്ല. ഓക്കെ, അപ്പൊ അവര് ലൈക്ക് ഈ പറഞ്ഞ ജോലി നമ്മൾ ക്വിറ്റ് ചെയ്തിട്ട് സിനിമയിലേക്ക് തന്നെ അവർ ഓക്കെ ആയിരുന്നു? ഞാൻ +2 കഴിഞ്ഞ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനത്തെ ചിന്തകളുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഡിഗ്രി ചെയ്യ്, ഡിഗ്രി പഠിച്ചതിന് ശേഷം ആവാലോ. ഞാൻ ഡിഗ്രി ചെയ്തു. ഡിഗ്രി LLB ആണ്, 5 വർഷം. വല്ലാത്തൊരു ഡിഗ്രി. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫൈനലൊക്കെ ആവാറുമ്പോൾ ഞാൻ ഇനി എനിക്ക് സിനിമ ഫോളോ ചെയ്യാലോ. അപ്പോഴാണ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി അങ്ങനെ വേറൊരു കമ്പനിയിൽ കിട്ടുന്നത്. അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ വീട്ടിലും പറഞ്ഞു നിനക്ക് എന്തായാലും എനിക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു മിനിമം സേവിങ്സ് നല്ലതല്ലേ. കൂടെ നല്ലൊരു കമ്പനിയാണ് കിട്ടിയത്, ഒരു Tier 1 കമ്പനിയാണ്. എന്നാ പിന്നെ കുറച്ചു കാലം പോവാന്ന് വിചാരിച്ചു. അത് പോയി ഒരു 3-4 വർഷം പോയി. അപ്പൊ പിന്നെ അവർക്ക് പരാതി ഒന്നും 4 വർഷം വർക്ക് ചെയ്തില്ല. എന്നിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഒരു പോയിന്റിലും അവരൊന്നും നോ പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഡിസിഷൻ എടുക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ നമ്മുടെ വാഴ 2 സിനിമയിൽ അജിന്റെ കൂടെ മറ്റേ എബ്രോഡ് ഇരിക്കുമ്പോൾ ഒരു സീൻ ഉണ്ടല്ലോ, മറ്റേ നിങ്ങളെല്ലാവരും ഒരു കൂട്ടം കൂടി ഇരിക്കുമ്പോൾ അജിന്റെ ഒരു വെട്ടിക്കെറ്റ് ഒഴിക്കണ വലിയൊരു 90. അപ്പൊ ദേവരാജന് ആക്ച്വലി മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്. അതിനെപ്പറ്റി കാര്യം പറഞ്ഞായിരുന്നു? ഓ അത് എനിക്ക് തോന്നുന്നു എല്ലാ സീൻസിനെ കുറിച്ചും പടം ഇത്രയും പോയതുകൊണ്ട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ചെറിയ സീനുകളെ കുറിച്ച് പോലും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പൊ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഡയലോഗ് ഇല്ലാത്ത സീനാണ്, പക്ഷെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അവിടെ. എനിക്ക് പിന്നെ വീട്ടിൽ കടം ചോദിക്കാൻ വരുന്ന സീനിലും എനിക്ക് ഡയലോഗ് ഇല്ല, എക്സ്പ്രഷൻസ് മാത്രമേ പോകുന്നത്. അതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് പടം അത്രയും പോയതുകൊണ്ടാണ്. പിന്നെ ഈ സീൻ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തെടുത്തതാ. ഇപ്പൊ രവീന്ദ്രൻ ചേട്ടനായാലും പിന്നെ നമുക്ക് ദുബായിലെ റൂംമേറ്റ്സ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും പ്രവാസികളാണ്, അവരൊക്കെ ആർട്ടിസ്റ്റ് ആണ്,
കുറേ കാലമായിട്ട് ഗൾഫിലുള്ള പ്രവാസികളാണ് അവർ. പിന്നെ ഞാനും അജിനെ അറിയാം ഇങ്ങനത്തെ ഒരു സീനാണ് ഇത്, വർക്ക് ആവേണ്ട സീനാണ്. വർക്ക് ആയാലും അടിപൊളിയായിട്ട് പോകും, വർക്ക് ആയില്ലെങ്കിൽ അപ്പോൾ ആ ഒരു ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യും, എടാ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അതെല്ലാം വർക്കായി, അതൊക്കെ വർക്കായി, എക്സിക്യൂഷൻ എല്ലാം വർക്കായി. എനിക്ക് തിയേറ്ററിൽ ഏറ്റവും അധികം കൈയടി ചിരി വന്ന സീൻ ഒന്നായിരുന്നു. കറക്റ്റാണ്. അത് ചെയ്യുമ്പോൾ അറിയില്ല കേട്ടോ, നമുക്ക് സീൻ വർക്ക് ആവും അറിയാം. അത് പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പ്രഷനെ കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അതൊക്കെ റാൻഡം ആയിട്ട് വരുന്നതാണ്. ഇവനിരുന്ന് അഭിനയിക്കല്ലേ നമുക്ക് എല്ലാവരും. ദേവരാജ് പറഞ്ഞ ഒരു ലൈൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ്, ആക്ടിങ് ഓർ സിനിമ ഹാസ് ഓൾവേസ് ബീൻ ദ ഡ്രീം. കണ്ടായിരുന്നോ? ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. എന്റെ ഇപ്പൊ ആ ഡ്രീമിൽ നമ്മളിങ്ങനെ ജീവിച്ചോണ്ടിരിക്കുക. അത് നമ്മൾ ആ പറയുമ്പോൾ നമ്മളും ഓർക്കില്ലല്ലോ, അത് പിന്നീട് ഒരു വീഡിയോ ആയി വന്ന് അതിന്റെ കൂടെ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാം മിക്സ് ചെയ്ത് വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, എല്ലാം സത്യമായിരുന്നു. പണ്ട് മുതലുള്ളൊരു സാധനം നമുക്കത് വാഴ 2 എത്തി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ജസ്റ്റ് ദി ബിഗിനിങ് ഓഫ് ദി ജേർണി. ഉറപ്പായിട്ടും ഇനി ഒരുപാട് പോകാനുണ്ട്. ലൈഫ് ഹാസ് ബീൻ കൈൻഡ് ടു മീ റീസെന്റ് എന്ന് കണ്ടു. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ കുറെ ക്യാപ്ഷൻസ് വരെ. അതൊക്കെ കിട്ടിയില്ലല്ലോ കറക്റ്റ് ആയിട്ട്. ഇത്രയൊക്കെ ചോദിക്കാൻ ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ പറഞ്ഞില്ല അതിനോട്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നത് വീഡിയോ എടുത്തോ എല്ലാവരും. എനിക്ക് തോന്നുന്നത് ലൈഫ് ഇസ് നോട്ട് ഓൺലി ബീൻ കൈൻഡ് ടു യു ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഗ്രേറ്റ് ടു യു അല്ലേ? അപ്പൊ ഗേൾസ് എന്തായാലും ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ വാഴ 3 ഇപ്പൊ ഗേൾസിന്റെ സ്റ്റോറി ആണല്ലോ, മെസ്സേജ് അയക്കുന്നുണ്ട്. ചാൻസ് തരുമെന്ന് വെച്ചിട്ട് എനിക്ക് ഇത്രയും പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കാം, ബിബിൻ ചേട്ടനൊക്കെ എത്ര പേര് അയക്കുന്നുണ്ടാവും. പുള്ളി ഇൻസ്റ്റാഗ്രാം ഐഡി ചാൻസ് ഉണ്ട്. വാഴ 3 എന്താന്നേ എനിക്കറിയില്ല. എന്നോട് ഇത്രയും പേര് വന്ന് ചോദിക്കണമെങ്കിൽ ഒരുപാട് പേര് ഫോളോ ചെയ്ത് നടക്കുന്നവരുണ്ട്. ഇപ്പൊ കുറെ പേര് എനിക്ക് എന്റെ DM വന്ന് യുറേക്കയിൽ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്രോ വാഴയുടെ അടുത്ത പരിപാടികൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഫീഡ്ബാക്ക് ആണെങ്കിലും ചാൻസ് ഉണ്ടോ ചോദിക്കുന്നതാണെങ്കിലും ഞാൻ അതിനായിട്ട് 1 മണിക്കൂർ കുത്തിരുന്ന് മെസ്സേജസ് ഓപ്പൺ ചെയ്ത് റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം ഞാൻ കുറേ പേരുടെ ചാറ്റ് ബോക്സിൽ കുറേ കാലങ്ങൾ നടന്നതാണ്. ഇപ്പൊ ചിലരൊക്കെ ബ്രോ പടം കൊള്ളാന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയിലുള്ളവർ റിപ്ലൈ അയക്കുമ്പോൾ 2017 മുതലുള്ള മെസ്സേജൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചാൻസ് ഉള്ളതല്ല, ഞാൻ ചെയ്ത റീലുകൾ ഇത് കാണണം, അത് അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞ് ചെയ്ത ഷോർട്ട് ഫിലിംസോ റീൽസോ ഒക്കെ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളുണ്ടോ ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെങ്കിലും? എനിക്കൊന്ന് ബേസിലേട്ടൻ ഈ അടുത്ത് മെസ്സേജ് അയച്ച സമയത്ത് അപ്പോൾ പുള്ളി ഫീഡ്ബാക്ക് നമുക്ക് തന്നു. അപ്പം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുന്നില്ല, പഴയ ഷോർട്ട് ഫിലിമൊക്കെ അയച്ചു കൊടുത്തു. ഏത് അയ്യോ നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന പഴയ ഷോർട്ട് ഫിലിംസ് ഉണ്ട്, അത് മുതലേ ഞാൻ അയച്ചു കൊടുത്തു. 2017 സമയത്തൊക്കെ കുറേ ചാറ്റിങ്ങനെ കിടക്കും, കാണണേ ബ്രോ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അതൊരു വലിയ ഹാപ്പി ആയിരിക്കില്ലേ നമ്മള് കാണുമ്പോൾ, അത്രയും നമ്മൾ ചെയ്തിട്ടേ. അതൊന്നും പലരും കാണാത്ത നന്നായും തോന്നാറുണ്ട്. നന്നായി ഇഗ്നോർ ചെയ്തത്. അല്ല, അതെല്ലാത്തിലും എനിക്കൊന്ന് അത് ഇങ്ങനെ ഈ പാഷൻ ഫോളോ ചെയ്ത് നടക്കുന്ന എല്ലാവരുടെയും പരിപാടിയാണ്. അത് ശരി. എങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ വേണമെങ്കിൽ ഞാൻ ചെയ്യും, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യും, പക്ഷെ നല്ലതാവണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഇനി ഇതുപോലത്തെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കാൻ. എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു ജസ്നയ്ക്ക്, താങ്ക് യു. എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ കുറിച്ച് ഇത്തിരി പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു. എൻ്റെ ക്യാപ്ഷൻസ് നോക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ആലോചിക്കും. പറയാത്ത കുറിച്ച് ഇങ്ങനെ ഫോളോ ചെയ്തെടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ ചോദ്യങ്ങളൊക്കെ വരുന്നു. പറയാത്തൊന്നും ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞത് മാത്രമേ ചോദിച്ചുള്ളൂ അല്ലേ? അപ്പൊ നല്ലായിരുന്നു. താങ്ക് യു ജസ്ന, താങ്ക് യു ക്ലബ് FM. ഞങ്ങൾ ആദ്യത്തെ ഇന്റർവ്യൂ ക്ലബ് FM ആയിട്ടായിരുന്നു. യുറേക്ക സ്റ്റോറീസിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മുടെ വിജിതയാണ് എടുത്തത്, ചേച്ചിയാണ് എടുത്തത്. അത് വൻ ഹിറ്റ് ആയിരുന്നു ഇന്റർവ്യൂ. ഇന്റർവ്യൂ നമുക്കും ഗെയിം അപ്പ് ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു. അതെ ജസ്റ്റ് ഒരു അടിപൊളി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, കൊള്ളാം. താങ്ക് യുടാ. ഓ നീ കൂടുതലേക്ക് എന്ത് വേണം? ഞാൻ ആദ്യം പറഞ്ഞോണ്ട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ അവസാനിപ്പിക്കും. വാഴ 2 കണ്ട് വിജയിപ്പിച്ച എനിക്കൊന്ന് 2 തവണ 3 തവണയൊക്കെ എല്ലാവരും പോയി കാണുന്നുണ്ട്. ഞാൻ കണ്ടു 3 തവണ. അപ്പൊ അത്രയും തവണ എല്ലാവരും കണ്ട് വിജയിപ്പിച്ചതാണ് ഈ പടം ഇങ്ങനെ പോകാനുള്ള കാരണം. താങ്ക് യു യുറേക്ക സ്റ്റോറീസിന്റെ താങ്ക് യു, വാഴ 2 ടീമിന്റെ താങ്ക് യു, എന്റെ താങ്ക് യു. താങ്ക് യു സോ മച്ച് ദേവൻ. ഇത്രയും നല്ല റോള് നമുക്ക് തന്നതിൽ നമ്മളും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേർക്ക് റിലേറ്റ് ആവുന്ന രീതിയിൽ അഭിനയിച്ച് വെച്ചതിൽ താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങനെ നമുക്കൊക്കെ റിലേറ്റ് ആവുന്ന കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, റീൽസ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.